നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. DMK സർക്കാരിനെ രൂക്ഷമായി കടന്നാക്രമിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ. ജലക്ഷാമം പരിഹരിക്കുന്നതിനായി DMK സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും വരും വർഷങ്ങളിൽ തമിഴ്നാട് കടുത്ത ജലക്ഷാമത്തിലൂടെ കടന്നുപോകാൻ സാധ്യതയുണ്ട് എന്നും അണ്ണാമലൈ പറഞ്ഞു. ജലക്ഷാമം ലഘൂകരിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ DMK സർക്കാർ ഇതുവരെയും നടപ്പിലാക്കുന്നില്ല. 2050 കടുത്ത ജലക്ഷാമമാണ് തമിഴ്നാട് അഭിമുഖീകരിക്കാൻ പോകുന്നതെന്നും എന്നാൽ ഇത് നേരിടാൻ യാതൊരുവിധ മുൻകരുതലും സ്റ്റാലിൻ സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നും ജനങ്ങൾ ആശങ്കയിലാണ് എന്നും അണ്ണാമലൈ പറഞ്ഞു. കാവേരിയിൽ നിന്ന് ജലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ജലക്ഷാമത്തിന്റെ സാധ്യത വീണ്ടും ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ജൂലൈ 14 കർണാടക സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു. 10,500 ക്യൂസെക്സ് വെള്ളമാണ് തമിഴ്നാട് ആവശ്യപ്പെട്ടത്. എന്നാൽ 8,000 ക്യൂസെക്സ് വെള്ളം മാത്രമാണ് കർണാടക വിട്ടു നൽകാൻ തയ്യാറായിരിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നു പോയാൽ ജലക്ഷാമം രൂക്ഷമാകും. ഇത് പരിഹരിക്കുന്നതിനായി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും അത് ഉണ്ടാകണമെന്നും അണ്ണാമലൈ ആവശ്യപ്പെട്ടു. ഇതെല്ലാം സൂചിപ്പിക്കുന്നതും അണ്ണാമലൈ DMK സർക്കാരും തമ്മിലുള്ള പോരിന് യാതൊരുവിധ അറുതിയും വന്നിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം പ്രധാന പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നതിൽ അണ്ണാ DMK പരാജയപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്നിൽ നിന്ന് കുത്തിയ ചതിയനാണ് ഇടപ്പാടി പളനിസ്വാമി എന്നും അണ്ണാമലൈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അണ്ണാമലൈ നുണയനാണ് എന്ന് പളനിസ്വാമി തിരിച്ചടിച്ചതോടെ വീണ്ടും അണ്ണാ DMK പോര് തുടക്കമാവുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ ചൊല്ലി അണ്ണാമലയും അണ്ണാ DMK നേതാക്കളും കൊമ്പ് കോർത്തിരുന്നു. സഖ്യം അവസാനിപ്പിച്ചത് രണ്ടു പാർട്ടികൾക്കും തിരിച്ചടിയായി എന്ന വിലയിരുത്തലിനെ തുടർന്ന് പരസ്പരം കുറ്റപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത്. ഈ വിഷയം BJPക്കുള്ളിലും വലിയ തർക്കത്തിന് കാരണമായിരുന്നു. പിന്നീട് കുറച്ചു നാളുകളിലായി രണ്ടു പാർട്ടികളും തമ്മിൽ ചെളിവാരി എറിയുന്നത് നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടക്കം കുറിച്ചിരിക്കുകയാണ്.